ഇന്നത്തെ എൻ്റെ യാത്ര അനാദി മാമൻ്റെ വസതിയിലേക്കാണ്. അൽഖോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നാൽ നല്ല മീൻ കറി വെച്ചു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. കാർ പാർക്ക് ചെയ്തു ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം ആരെയും കാണുന്നില്ല. ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഷട്ടർ തുറന്നിരിക്കുന്നു. 2 കാലുകളാണ് ആദ്യം ദൃശ്യമായത്. ഈ നിൽക്കുന്നതാണ് അനാദി മാമൻ. ക്യാമറ കണ്ടതുകൊണ്ടാവണം അദ്ദേഹം മുഖം പൊത്തിയിരിക്കുകയാണ്. വീടിൻ്റെ പുറകുവശത്തേക്കാണ് ഞാൻ ആദ്യം പോയത്. ഇവിടെ ഭംഗിയുള്ള ടൈൽ പാകിയിരിക്കുന്നു. ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇവിടെ വച്ചിരിക്കുന്നത് കാണാം. മതിലിനോട് ചേർന്ന് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ തിരിച്ചു നടന്നു. നേരെ കാണുന്നതാണ് കിച്ചൺ. വെളിയിൽ 1 ഡസൻ ചെരുപ്പുകൾ കാണാം. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. മസാലയിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ് അദ്ദേഹം. എൻ്റെ വൈഫ് മീൻ കറി വെക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയാണ്. മസാല തിളച്ചു തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ തുറന്നു നോക്കി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി മീൻ കഷ്ണം ഇട്ട് കൊടുക്കുകയേ വേണ്ടൂ. ഇതിനു വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണം ഓരോന്നായി ചട്ടിയിലേക്ക് ഇടുകയാണ്. മീൻ ഹമൂറാണ്. ചൂണ്ടയിട്ട് പിടിച്ചതാണെന്നാണ് അനാദി മാമൻ്റെ വാദം. നാട്ടിൽ ലീവിന് പോയി വന്നിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് അദ്ദേഹം. മീൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ചട്ടി ഒന്ന് കറക്കി കൊടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്പെഷ്യലാണെന്നാണ് അവകാശം. ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുമുണ്ട്. ഉപ്പ് പോരെന്ന് തോന്നുന്നു. വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. മറ്റൊരു സുഹൃത്ത് മീൻ പാകമായോ എന്നറിയാൻ സ്പൂൺ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. മീൻ മുങ്ങിക്കിടക്കാൻ ചാറില്ലാത്തതിനാൽ അതിൽ നിന്ന് തന്നെ കോരി മീനിനെ കുളിപ്പിക്കുകയാണ് അദ്ദേഹം. ഇനി അടച്ചു വെച്ച് മീൻ കറി വേകുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ. ഞാൻ തുറന്നു നോക്കി. മീൻകറി റെഡിയായിട്ടുണ്ട്. ഇനി അനാദി മാമൻ്റെ ഊഴമാണ് ചട്ടിക്കറക്കൽ. ഇതുകൂടി ചെയ്താലാണ് കറിക്ക് ഒരു പൂർണ്ണത കൈവരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അത്യുഗ്രൻ മീൻകറിയും കഴിച്ച് അനാദിമാമനോട് യാത്ര പറഞ്ഞു ഞങ്ങൾ ദോഹയിലേക്ക് തിരിച്ചു.